നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ പറയുന്നുണ്ട് കേരളം നമ്പർ 1 ആണ്, അല്ലെങ്കിൽ ഇന്ത്യ നമ്പർ 1 ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ഓരോ യുവജനങ്ങളും വിദേശ രാജ്യത്ത് ഒരു ജോലി ആഗ്രഹിക്കുകയാണ്. അവർ വിദേശ രാജ്യത്ത് പോയി എന്ത് കഷ്ടപ്പെടാനും തയ്യാറാണ്. എന്തുകൊണ്ടാണ് അവർ നാട്ടിൽ നിൽക്കാത്തത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ വിദേശ രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ, UK പോലുള്ള രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, UK നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടെ പോയിന്റ് ബേസ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വിസയിൽ അവർ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ബേസ് സിസ്റ്റം വഴി 70 പോയിന്റ്സ് കിട്ടിയാലാണ് നമുക്കൊരു സ്കിൽഡ് വർക്കർ വിസ കിട്ടുന്നത്. അന്നേരം ഈ 70 പോയിന്റ്സ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു COS ആണ്, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്, എയറേറ്റഡ് സ്പോൺസർഷിപ്പ് ഉള്ള ഒരു കമ്പനിയിൽ നിന്ന് കിട്ടണം. രണ്ടാമത്തത് നമുക്ക് RQF ലെവൽ 3 ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന് 20 പോയിന്റ്സ് കിട്ടും. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കാണിക്കുന്നതിന് 10 പോയിന്റ്സ് കിട്ടും. അങ്ങനെ ആ 50 പോയിന്റ് മാൻഡേറ്ററി ആണ്. ഇവിടെ RQF ലെവൽ 3 വേണമെന്ന് പറഞ്ഞു. സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവർക്കെല്ലാം ആ ഒരു ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞു. ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ UK വരാൻ സാധിക്കുന്ന ഒരു ജോലികളിൽ ഒന്ന് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ്. ഈ കെയർ അസിസ്റ്റന്റ് ആയിട്ട് UK വരുന്നതിന് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആർക്ക് വേണമെങ്കിലും UK കെയർ അസിസ്റ്റന്റ് ആയിട്ട് വരാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞുള്ള 20 പോയിന്റ്സ് നമ്മുടെ സാലറി അനുസരിച്ചാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിലുള്ള ജോലിയൊക്കെ ആണെങ്കിൽ ആ മിനിമം സാലറി കാണിച്ചാൽ നമുക്ക് 20 പോയിന്റ്സ് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിലവിലുള്ള സാലറി കാണിച്ചാൽ നമുക്ക് 20 പോയിന്റ്സ് കിട്ടും. അങ്ങനെ 70 പോയിന്റ്സ് കിട്ടി ഇവരേക്ക് വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളം ഏജൻസികളാണ് പരസ്യം ചെയ്യുന്നത് ഡിപ്ലോമ ഇൻ അഡൽട്ട് കെയർ എന്നുള്ളൊരു കോഴ്സ്. ഈ കോഴ്സ് UK ചെയ്താൽ ഉറപ്പായിട്ട് ജോലി കിട്ടും, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഒക്കെയാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ പലരും വിളിച്ച് സംസാരിച്ചപ്പോൾ പലരും പറയുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിലും 2 വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടുമെന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷോർട്ട് ടൈം കോഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ PSW കുറിച്ച് പറയാം. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ, അതുപോലെ ഗ്രാജുവേറ്റ് വിസ. ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കോഴ്സ് ഒന്ന് ഡിഗ്രി ഇക്വലന്റ് കോഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ PG ആയിരിക്കണം, അല്ലെങ്കിൽ PhD ആയിരിക്കണം. ഇപ്പോൾ ഇവർ പറയുന്ന ഈ ഡിപ്ലോമ ഇൻ അഡൽട്ട് കെയർ എന്ന കോഴ്സ് ഇതിലൊന്നിലും വരുന്ന ഒരു കോഴ്സല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഷോർട്ട് ടൈം കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് PSW കിട്ടുകയില്ല, 100% ഉറപ്പാണ്, ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കുക, ഇത് ഡിഗ്രി ഇക്വലന്റ് ആണോ, PG ഇക്വലന്റ് ആണോ, അല്ലെങ്കിൽ PhD ഇക്വലന്റ് കോഴ്സ് ആണോ എന്ന് ചോദിച്ചു നോക്കുക. അതിനുശേഷം മാത്രം പൈസ കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് ഇത് 6 months കോഴ്സ് ആണ്, അതിന്റെ കൂടെ 3 months ഇന്റേൺഷിപ്പ് കിട്ടുമെന്ന് പറയുന്നത്. UK ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് UK പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റുകയില്ല. അത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. അന്നേരം നിങ്ങൾ ചോദിച്ചു നോക്കുക, ഇത് ഷോർട്ട് ടൈം കോഴ്സ് ആണോ, അതോ അല്ലാതെയുള്ള ഡിഗ്രി പോലുള്ള കോഴ്സ് ആണോ, അല്ലെങ്കിൽ PG പോലുള്ള കോഴ്സ് ആണോ, 1 year കോഴ്സ് ആണോ എന്ന് ചോദിച്ചു നോക്കുക. അങ്ങനെ ഒരു 1 year കോഴ്സ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഷോർട്ട് ടൈം കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ ഒക്കെയില്ല. രണ്ടാമത്തെ ഒരു ഡ്രോബാക്ക് ആണ്. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് 6 months കോഴ്സ് പ്ലസ് 3 months ഇന്റേൺഷിപ്പ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 9 മാസത്തെ കോഴ്സ് ആണെന്നാണ് അവർ പറയുന്നത്. അന്നേരം നിങ്ങൾ വിളിക്കുമ്പോൾ അവരോട് സംസാരിച്ച് നോക്കുക, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. കാരണം ഇതിനവർ പറയുന്ന ഫീസ് 9 ലക്ഷം രൂപയാണ്. ഇതിന്റെ ഫീസ് മാത്രമായിട്ട് പറയുന്നത്, കോഴ്സ് ഫീസ്. പിന്നെ നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസും ബാക്കി എല്ലാം കൂടെ ഒരു 10-13 ലക്ഷം രൂപ എന്തായാലും ഇതിന്റെ പുറത്താകും. അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ UK എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ, അതായത് പാർട്ട് ടൈം ജോലി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഈ പൈസ നിങ്ങൾക്ക് നഷ്ടമാകും. അന്നേരം അതൊന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഏത് ഏജൻസിയാണ്, നമ്മുടെ നാട്ടിലെ ഏജൻസികൾ അറിയാമല്ലോ, നാട്ടുകാരെ പറ്റിച്ച് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഏജൻസികളാണ് നമ്മുടെ നാട്ടിലുള്ള 90%. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുണ്ട്, അവരെല്ലാം ഞാൻ പറയുന്നത് ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന ഏജൻസികൾ. ഉള്ള സത്യം പറഞ്ഞ് നമ്മൾ ഇവിടോട്ട് കൊണ്ടുവന്നാൽ കുഴപ്പമില്ല. ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച് UK കൊണ്ടുവരുന്ന ഏജൻസികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് എടുത്തു പറയാനുള്ള കാരണം, കഴിഞ്ഞ വർഷം ഒരുപാട് സ്റ്റുഡൻസിനെ എറണാകുളത്തുള്ള ഒരു ഏജൻസി ഇവിടെ ഇംഗ്ലീഷിന്റെ ഷോർട്ട് ടൈം കോഴ്സിന് കൊണ്ടുവന്നു. ഇവിടെ എത്തിച്ചു കഴിഞ്ഞ് ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഈ ഷോർട്ട് ടൈം കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ അറിയുന്നത് അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയില്ലെന്ന്, പാർട്ട് ടൈം ജോലി ചെയ്യാൻ. കാരണം ഇവിടുത്തെ എംപ്ലോയേഴ്സ് ഒന്നും അവർക്ക് ജോലി കൊടുക്കുകയില്ല. കാരണം ഇവരുടെ വിസ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന വിസ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തി ആർക്കും ജോലി ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ആ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നു എല്ലാവർക്കും. ഇത് രണ്ടാമത്തെ ഒരു കാര്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എടുത്തറിയിക്കാനുള്ളത്, നമ്മൾ ഈ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് UK വരുമ്പോൾ, എനിക്കറിയില്ല ഈ ഡിപ്ലോമ ഇൻ അഡൽട്ട് കെയർ ഷോർട്ട് ടൈം ആണോ അതോ ഫുൾ 1 year കോഴ്സ് ആണോ എന്ന്. കാരണം ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോഴും അവർക്ക് വ്യക്തമായിട്ടൊരു ധാരണ അതിനെക്കുറിച്ച് ഇല്ല. ഞാൻ പല ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും അവർക്ക് വ്യക്തമായിട്ടൊരു ധാരണ അതിനകത്തില്ല. അന്നേരം നിങ്ങൾ എല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കുക. കാരണം ഷോർട്ട് ടൈം കോഴ്സുകളിൽ UK വന്നു കഴിഞ്ഞാൽ അത് സ്വിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് വിസയിലേക്ക് മാറാൻ സാധിക്കുകയില്ല. അത് അതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആണ്. അന്നേരം ഈ ഏജൻസികളെയൊക്കെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് 100% ജോബ് ഗ്യാരണ്ടി, പ്ലേസ്മെന്റ് ഗ്യാരണ്ടി എന്നൊക്കെയാണ് പറയുന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ UK നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പാർട്ട് ടൈം ജോലി ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് ഒന്നും പറയാനില്ല. കാരണം ഇവിടെ
PG ഹെൽത്ത് കെയർ PG ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്. അവർ പോലും പലപ്പോഴും ഒരു ജോലി കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ്. അന്നേരം ഈ സാധാ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്ത ഒരാൾക്ക്, അതും ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾക്ക് ഇവിടുത്തെ കമ്പനികൾ ജോലി കൊടുക്കുമെന്ന് എന്താണ് നിങ്ങൾക്ക് ഉറപ്പ്? കാരണം ഈ ഏജൻസികൾ നിങ്ങളെ പറഞ്ഞു പറ്റിക്കും. കാരണം അവർക്ക് ഈ 9 ലക്ഷം രൂപ ഫീസ് അടയ്ക്കുമ്പോൾ ഏകദേശം ഒരു 2 ലക്ഷം രൂപ അവരുടെ കമ്മീഷനായിട്ട് അവർക്ക് കിട്ടും. അവർക്കത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തിരിഞ്ഞ് അവർ നോക്കുകയില്ല. ഇനി എത്ര വലിയ, ഇപ്പൊ നിങ്ങൾ ഫീസ് അടയ്ക്കുന്നവരെ നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും, നിങ്ങളെ വിളിക്കും, സംസാരിക്കും, എല്ലാം ചെയ്യും. ഫീസ് അടച്ച് നിങ്ങൾ യുകെയിലേക്ക് വന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളെ തിരിഞ്ഞ് നോക്കുക വരില്ല. അതിനകത്ത് ഒരു സംശയവും. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ ഏജൻസികൾ വിളിക്കുമ്പോൾ ഈ ഇങ്ങനെയുള്ള കുറെ സ്റ്റുഡന്റ് വിസ ഏജൻസികളുണ്ട്. അത് ഇതിൽ പലതും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ യുകെയിൽ പുതിയതായിട്ട് വന്ന കുട്ടികളാണ് മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി മുമ്പിൽ നിൽക്കുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കാൻ റെഡി ആയിട്ടാണ് അവർ നിൽക്കുന്നത്. അന്നേരം അവർ തുടങ്ങിയ കുറച്ച് ഏജൻസികളാണ് ഇതിന്റെ പുറകിൽ നിൽക്കുന്നത്. അന്നേരം നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും കെയർ ഹോമിൽ ജോലി ചെയ്യുന്നവര്, വിസയിൽ ജോലി ചെയ്യുന്നവര് ഇങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോം ഓഫീസിനെ അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ നഴ്സിംഗ് ഹോമിൽ അറിയിക്കുക. കാരണം നിയമപരമായിട്ട് യുകെയിൽ Tier 2 വർക്ക് വിസയിൽ നിൽക്കുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ സാധ്യമല്ല. ഇങ്ങനെ പ്രവർത്തികൾ ചെയ്യുന്നത് അവരുടെ വിസ റെഗുലേഷൻസിന് എതിരാണ്. അന്നേരം നിങ്ങൾ അത് ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ യുകെയിലുള്ള ഏതെങ്കിലും Tier 2 വർക്ക് വിസയിൽ നിൽക്കുന്നവർ നിങ്ങളുടെ ഇത് പൈസ മേടിച്ചിട്ട് ഏതെങ്കിലും സേവനം നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ നഴ്സിംഗ് ഹോമിനെ അറിയിക്കുക, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുക, ആക്ഷൻ ഫോർഡിൽ രജിസ്റ്റർ ചെയ്യുക. ഇതെല്ലാം ചെയ്യുക. കാരണം ഇവരെയൊക്കെ എപ്പോഴെങ്കിലും പിടിക്കപ്പെടും, അതിനകത്ത് ഒരു സംശയവുമില്ല. കാരണം അതുമാതിരി തട്ടിപ്പുകളാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് യുകെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടുത്തെ നിയമങ്ങളോ ഇവിടുത്തെ കാര്യങ്ങളോ ഒന്നും അറിയില്ല. കാരണം അവർ എങ്ങനെങ്കിലും യുകെയിൽ വന്ന് രക്ഷപ്പെടാനുള്ള ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ 9 ലക്ഷം രൂപയുടെ കോഴ്സ് ഒക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ 9 ലക്ഷം രൂപയുടെ കോഴ്സിന് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ജോബ് ഗ്യാരണ്ടിയാണ്, 100% പ്ലേസ്മെന്റ് ഉറപ്പാണെന്നൊക്കെ ഇവന്മാർ പറയുന്നത്. അതുകൂടാതെ അവർ പറയുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് യുകെയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത് NHS ലാണെന്നാണ് പറയുന്നത്. ഈ NHS ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കും എന്നൊക്കെയാണ് ഇവന്മാർ പറയുന്നത്. ഇവിടെ BSc നഴ്സിംഗും ഒക്കെ നാട്ടിൽ നിന്ന് കഴിഞ്ഞവർ, GNM കഴിഞ്ഞവർ, പോസ്റ്റ് BSc കഴിഞ്ഞവരൊക്കെ ഇവിടെ ഒരുപാട് പേര് നിൽപ്പുണ്ട്. അവർക്ക് പോലും പലപ്പോഴും NHS ജോലി കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അവർക്ക് ജോലി കിട്ടുന്നത്. അവിടെ വർക്ക് ചെയ്ത് 6 മാസമൊക്കെ എക്സ്പീരിയൻസ് കിട്ടിക്കഴിയുമ്പോഴാണ് പലർക്കും അവിടെ ഒരു വർക്ക് വിസയോട് കൂടിയുള്ള ഒരു ജോലി കിട്ടുന്നത്. അന്നേരം ഇങ്ങനെ പെട്ടെന്ന് വന്നൊരു അഡൾട്ട് കോഴ്സ് ചെയ്തെന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് NHS ജോലി കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഷോർട്ട് ടൈം കോഴ്സിൽ വരുന്നവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ യുകെയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അന്നേരം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. കാരണം ഈ ഏജന്റുമാർ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയും. നിങ്ങളുടെ പൈസ മേടിച്ചു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കുകയില്ല. പിന്നെ യുകെയിലുള്ളവരാണെങ്കിൽ അവർക്ക് ഈ സൈസ് കോഴ്സുകൾ ചെയ്യുന്നത് പ്രയോജനമായിരിക്കും. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഒക്കെ ചെയ്തവർ, അല്ലെങ്കിൽ നാട്ടിൽ അത് ചെയ്തവർക്ക് അത് അറിയാവുന്നവരാണെങ്കിൽ യുകെയിൽ ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്യുക. നിങ്ങൾക്ക് നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിക്കും, അവസരം ലഭിക്കും. അല്ലെങ്കിൽ ഇവിടെ ബിസിനസ്സുകൾ തുടങ്ങാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കും. കാരണം യുകെയിലുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം കോഴ്സുകൾ നല്ലതാണ്. പക്ഷേ വിദേശത്ത് നിന്ന് ഒരു കാരണവശാലും ഈ ഡിപ്ലോമ ഇൻ ഹെൽത്ത് കെയർ എന്നുള്ള കോഴ്സിലേക്ക് നിങ്ങൾ വരരുത്. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു 5-6 ലക്ഷം രൂപയുടെ അധികം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ MBA ഹെൽത്ത് കെയർ ഉണ്ട്, ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് PG കോഴ്സുകളുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് വരാവുന്നതാണ്. 1 വർഷത്തെ കോഴ്സ് മാത്രമേ ഉള്ളൂ. അതിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വർഷം സ്റ്റേ ബാക്ക് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടിയില്ലെങ്കിലും ആ 2 വർഷം കൊണ്ട് നിങ്ങൾ ചെലവാക്കിയ പൈസ ഒപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ സാധിക്കും. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ഇങ്ങനെയുള്ള ഏജന്റുമാർ പറയുന്ന പോലെ തട്ടിപ്പ് കോഴ്സുകളിലേക്ക് യുകെയിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, യുകെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ പറ്റിയ വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.